തൃശ്ശൂരിൽ താമര എന്നുള്ളതിനേക്കാളും സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ 1 to 2 എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അരുണിനോട് ചോദിച്ചപ്പോൾ 1 ഏതാണ്, അപ്പോൾ 1 തൃശ്ശൂരാണ്. എനിക്ക് ഉറപ്പായിരുന്നു. സുജിയാണ് അത് പ്രെഡിക്റ്റ് ചെയ്തത് കേട്ടോ. സുജി ഒരു സീറ്റ് BJP കിട്ടുന്നു, തൃശ്ശൂർ. യെസ്. അപ്പോൾ ആ തൃശ്ശൂർ എന്ന് പറയാനുള്ള കാരണം സുരേഷ് ഗോപി അവിടെ പേഴ്സണൽ ലെവലിലും അതുപോലെ തന്നെ BJP എന്ന് പറയുന്ന പാർട്ടി, അതിപ്പോൾ കരുവന്നൂർ സമരമായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർട്ടി തലത്തിലായാലും തൃശ്ശൂരിൽ നല്ലതുപോലെ ഗ്രൗണ്ട് ലെവൽ വർക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവിടുത്തെ RSS പ്രവർത്തകരായാലും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി സംവിധാനം മുഴുവൻ അവിടെ തൃശ്ശൂരിൽ വളരെ സജീവമായിരുന്നു. അവിടുത്തെ കൗൺസിലേഴ്സ് ആയാലും എല്ലാവരും ചേർന്ന് വളരെ ആവേശത്തോടെ കുറേ നാളുകളായി എടുത്ത ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടി സംവിധാനം നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VS സുനിൽകുമാറിനെയും K മുരളീധരനെയും പോലെയൊക്കെയുള്ള സ്ട്രോങ്ങസ്റ്റ് കാൻഡിഡേറ്റ്സ് ഫ്രം ബോത്ത് ഫ്രണ്ട്സ് അല്ലെ, LDFിലെയും UDFിലെയും സ്ട്രോങ്ങസ്റ്റ് കാൻഡിഡേറ്റ്സിനെയാണ്, വീക്കായിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ അല്ല സുരേഷ് ഗോപി തോൽപ്പിച്ചത്. മാത്രമല്ല എന്തുമാത്രം പരിഹാസമായിരുന്നു ഈ തൃശ്ശൂർ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്. തൃശ്ശൂരിങ് എടുത്തില്ലല്ലോ, അവിടെ തന്നെ വെച്ചേക്ക്, തരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പരിഹാസങ്ങൾ, ട്രോളുകൾ അതെല്ലാം നേരിട്ടുകൊണ്ടാണ് മത്സരിച്ചതും വിജയിച്ചതും. അപ്പോൾ അതുകൊണ്ട് മറ്റ് 19 മണ്ഡലങ്ങളെക്കാളും മാറ്റുള്ള ഒരു വിജയമാണ് സുരേഷ് ഗോപിയുടേതെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല കേരളത്തിൽ നിന്ന് ഒരു BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരാൾ ലോക്സഭയിലേക്ക് പോവുകയാണ്, രാജ്യസഭയിലെ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡും കൂടി സുരേഷ് ഗോപി ഇടുകയാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ കേരളത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ BJPക്ക് വിജയിക്കാം. ഇവിടെ BJPക്ക് ഐത്തമില്ലാത്ത മണ്ണാണ്. കേരളത്തിൽ BJPയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അതാണ് കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണ്. മാത്രവുമല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കൂ, LDFിനും ഒരു സീറ്റ്, NDAയ്ക്കും ഒരു സീറ്റ്. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ പിക്ചർ അങ്ങനെയാണ്. UDFിന് 18, LDFിന് 1, NDAയ്ക്ക് 1. അതായത് ഈക്വലായിരിക്കുകയാണ്. 20 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. എന്തിന് ഇന്നലെ വരെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും അടക്കം. 2004 അങ്ങനെ തന്നെയായിരുന്നു. UDFിന് 1, BJPക്ക് 1. പക്ഷേ അത് NDA ആണ്, BJP അല്ല. BJPക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ പൊളിറ്റിക്കൽ പിക്ചർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ലാൻഡ്സ്കേപ്പ് മാറുകയാണ്. അതായത് ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഈ നന്ദി വാചകങ്ങൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും എടുക്കേണ്ടത് അതിൻ്റെ റൈറ്റ് സ്പിരിറ്റിലാണ്. അതിൻ്റെ റൈറ്റ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരമായി ചിന്തിക്കുന്ന ആളുകൾക്കും BJPയോട് ഐത്തമൊന്നുമില്ല. BJP മതേതരത്വത്തിനെതിരാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആ പ്രചരണമൊന്നും ഇനി വിലപ്പോവില്ല. കാരണം സുരേഷ് ഗോപിയെ പോലെ പൊട്ടൻഷ്യലായിട്ടുള്ള വാല്യൂസ് ഉള്ള ആളുകളെ ഒരുപോലെ കാണാൻ കഴിയുന്ന, ആളുകളെ സഹായിക്കാനായിട്ടുള്ളൊരു മനസ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ് കാൻഡിഡേറ്റായി വരുന്നതെങ്കിൽ തൃശ്ശൂരുകാർ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ കഴിയും, ചെയ്യാനുള്ള മനസ്സുണ്ട്. ഒരാൾ സഹായത്തിനായി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സഹായിക്കും എന്നൊരു തോന്നൽ തൃശ്ശൂരുകാർക്ക് മൊത്തത്തിലുണ്ടായി. മണ്ഡലത്തിന് ഗുണമുണ്ടാകും. പിന്നെ ഈ കേന്ദ്രമന്ത്രി വാഗ്ദാനം ഇവിടെ മാത്രമല്ലല്ലോ, തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്രമന്ത്രി വാഗ്ദാനം എന്നതുകൊണ്ടല്ല, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി നാടിന് വേണ്ടി, ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യും എന്ന ഒരു ഉറപ്പ് ആളുകൾക്ക് ഉണ്ടായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് BJPയുടെ വോട്ടുകൾ പൂർണ്ണമായും സുരേഷ് ഗോപിക്ക് കിട്ടിയതിന് പുറമെ ആൻഡ്രു സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടും എന്തുകൊണ്ട് സഭാവിശ്വാസികൾ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു? ആ കിരീട വിവാദമൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ആ കിരീട വിവാദമൊക്കെ വരുമ്പോൾ സുരേഷ് ഗോപി പൂർണ്ണമായും അങ്ങ് ഇല്ലാതായി എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി അവിടെയും പിടിച്ചു നിൽക്കുന്നു. ആ ഏരിയയിലടക്കം സുരേഷ് ഗോപിയാണ് മുന്നിൽ. ഒല്ലൂരടക്കമുള്ള മേഖലകളിൽ സുരേഷ് ഗോപിയാണ് മുന്നിൽ. അത് കൃത്യമായ മാൻഡേറ്റ് ആണ്. എല്ലാ പരിഹാസങ്ങൾക്കും തൻ്റെ വിജയത്തിലൂടെ സുരേഷ് ഗോപി മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇനി BJPയിലേക്ക് വരാം. BJPയുടെ വളർച്ച എല്ലാ മണ്ഡലങ്ങളും, 2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശതമാനക്കണക്ക് ചോദിച്ചതുകൊണ്ട് ഇന്നത്തെ എന്തായാലും എക്സാക്ട് റിസൾട്ട്സ് വന്നല്ലോ. അരുൺ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിജമായ കണക്കുകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ നിജമായ കണക്കുകൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോട്ട് വോട്ട് ശതമാനം ഉയർന്നിരിക്കുന്നത് 3.71%. 16-ൽ നിന്ന് 19.71 ഉയർന്നു. കണ്ണൂരിൽ 6.5 ആയിരുന്നു, അത് 11.26 ആകുന്നു. 4.76% 1 ലക്ഷം കടന്നു. C രഘുനാഥ് എന്ന സുധാകരന്റെ വിശ്വസ്തനെ കൊണ്ടുവന്നാണ് മത്സരിപ്പിച്ചത്. അവിടെ 3% കൂടിയല്ലേ? അവിടെ 4.76% കൂടി. അവിടെ 4% കൂടിയല്ല. നമ്മൾ കരുതിയിരുന്നത് BJPക്ക് സുധാകരന് BJPയുടെ വോട്ട് കിട്ടുമെന്നല്ല. BJP വോട്ടുകൾ വർദ്ധിച്ചു. വളരെ പ്രധാനം. ഞാൻ അത് നേരത്തെ വിലയിരുത്തിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നികേഷ് സാറിനോടും അല്ലാതെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഇത്തവണ BJP വോട്ടുകൾ ഒരിക്കലും പോകില്ല, രഘുനാഥിന് തന്നെ പോൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. 4.76 ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വർധനവ്. വടകരയിൽ 2.4
0.45% വർധന ആരുണ്ടാക്കി? പ്രഫുൽ കൃഷ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. 10% അവിടെ എത്തുകയാണ്. പിന്നെ അതുപോലെ വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചിടത്ത് വയനാട്ടിൽ ഒരു വിജയസാധ്യതയും ഇല്ല, എന്തിനാണ് വയനാട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചെടുത്ത് കെ സുരേന്ദ്രൻ വരുത്തിയിരിക്കുന്നത് 5.78% വർധനയാണ്. അതായത് വയനാട്ടിലെ മാത്രം നമുക്കൊന്ന് 1 ലക്ഷം പിന്നിട്ടു. 1 ലക്ഷം പിന്നിട്ടു. 1 ലക്ഷത്തിന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. മൊത്തത്തിൽ 3% വയനാട്ടിൽ 1,41,045 വോട്ടുകൾ പിടിച്ചിരിക്കുകയാണ്. അതും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലാണെന്ന് ഓർക്കണം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ 62,229 വോട്ടുകൾ സുരേന്ദ്രൻ വയനാട്ടിൽ കൂട്ടിയിരിക്കുകയാണ്. അതും പാർട്ടി നിർദ്ദേശപ്രകാരം പോയി മത്സരിച്ചതാണ്. സുരേന്ദ്രൻ നേരത്തെ അവിടെ ഫോക്കസ് ചെയ്യുകയോ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ചെന്നു അത്ര വോട്ടുകൾ അവിടെ സ്വന്തമാക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും ഈ ഇൻക്രിമെന്റ് നമ്മൾ കാണുകയാണ്. ആലപ്പുഴയിൽ നോക്കൂ, 1,11,919 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ കൂട്ടുന്നത്. ആലത്തൂരിൽ TN സരസു കൂട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 98,393 വോട്ടുകൾ കൂട്ടിയത്. ഒറ്റ വാചകം പറഞ്ഞോട്ടെ, അതിൽ ആലത്തൂരിൽ സരസു പിടിച്ച വോട്ടുകൾ യഥാർത്ഥത്തിൽ തോൽപ്പിച്ചത് രമ്യ ഹരിദാസിനാണ്. ഞാൻ രമ്യ ഹരിദാസ് ജയിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ രമ്യ ഹരിദാസ് തോൽക്കുകയും മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിക്കുകയും ചെയ്തത് ഈ വോട്ട് പെർസെൻറ്റേജ്, അതായത് ഇൻക്രിമെന്റ് എന്ന് പറയാം. ഞാൻ അതുകൊണ്ടാണ് ഒരു കൗതുകത്തിന് നോക്കിയത്. 98,393 വോട്ടുകൾ TN സരസോടെ കൂട്ടിയിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ വി മുരളീധരൻ 63,378 വോട്ടുകൾ കൂട്ടിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ 3,11,459 എൻഡ് ചെയ്തിരിക്കുന്നത്. ചാലക്കുടിയിൽ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ എറണാകുളത്തും വോട്ട് കൂടി. ഡോക്ടർ KS രാധാകൃഷ്ണനും വോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇടുക്കിയിൽ സംഗീത വോട്ട് കൂട്ടിയിട്ടുണ്ട് BDJSന്റെ. നേരത്തെ കണ്ണൂർ നമ്മൾ പറഞ്ഞു, കണ്ണൂരിൽ 51,376 വോട്ടുകൾ കൂടി. കാസർഗോട്ട് അശ്വിനി 37,104 വോട്ടുകൾ കൂട്ടിയിട്ടുണ്ട്. കൊല്ലത്ത് ഈ KKG എന്ന് പറഞ്ഞ് പരിഹസിച്ചല്ലോ, പക്ഷേ KKGയും വോട്ട് കൂട്ടിയിട്ടുണ്ട്. 59,871 വോട്ടുകൾ കൊല്ലത്തും കൂട്ടിയിട്ടുണ്ട് കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി 10,388 വർധന താരതമ്യേന കുറവാണ്. കോഴിക്കോട്ട് MT രമേശ് 19,450 വോട്ട് കൂട്ടിയിട്ടുണ്ട്. മലപ്പുറത്ത് 3,029 വോട്ട് മലപ്പുറത്ത് കൂടുന്നു. മാവേലിക്കരയിൽ 9,438 കൂടുന്നു. പാലക്കാട്ട് 33,222 വോട്ടുകൾ കൂടുകയാണ്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു കണക്കായി മാറുകയാണ്. പത്തനംതിട്ടയിൽ പക്ഷേ അനിൽ ആന്റണിക്ക് വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ വേണ്ട ഒരു മണ്ഡലമായി പത്തനംതിട്ട മാറുകയാണ്. കെ സുരേന്ദ്രൻ പിടിച്ചത്ര വോട്ടുകളിലേക്ക് എത്താൻ അനിൽ ആന്റണിക്ക് അവിടെ 2 ലക്ഷം പിന്നിട്ടു കേട്ടോ. അതെ, 2 ലക്ഷം പിന്നിട്ടു. അവിടെ ഉണ്ടായിരിക്കുന്ന ഡിക്രിമെന്റ് എന്ന് പറയുന്നത് 62,990 പക്ഷേ അതെ, ശതമാന കണക്കിൽ കുറവ് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. 3.68% കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വോട്ട് കൂടിയ ആലപ്പുഴ 11.06 കൂടി 28.3 ആലപ്പുഴ സീൽ ചെയ്ത് നിൽക്കുന്നത്. KCക്ക് അടുത്ത തവണ എളുപ്പമല്ല. ശോഭാ സുരേന്ദ്രനാണ് കാൻഡിഡേറ്റ് എങ്കിൽ KCക്ക് അവിടെ എളുപ്പമല്ല. അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP 1ാം സ്ഥാനത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പക്ഷേ 17% എത്തുന്ന ഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇത്തവണ 16% BJPയുടെ മൊത്തം വളർച്ച. മൊത്തം വളർച്ച 19.17%. 6% വളർന്നിട്ടില്ല. അല്ല, 15.57 ആയിരുന്നു. 2021 ഞാൻ 19 പറയാം. 2019 NDAയുടെ വോട്ട് ഷെയർ, അതായത് BDJS 4 സീറ്റ് മത്സരിച്ചല്ലോ. BJPയുടെ മാത്രമാണെങ്കിൽ 13% നിന്ന് 16% വർദ്ധിച്ചു. ചാലക്കുടിയിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. ചാലക്കുടിയിൽ 3ാം സ്ഥാനത്ത് വന്നത് 2020 ആണ്. അതെ, BDJS ആണ് അവിടെ. ചാലക്കുടിയിൽ 4% അല്ലല്ല 3ാം സ്ഥാനമാണ്. ഇടയ്ക്കൊന്ന് രണ്ടാമത് വന്നിരുന്നു. പക്ഷേ ഇവിടെയും ചാലക്കുടിയിൽ 4%. ആലപ്പുഴയിൽ രണ്ടാമത് ശോഭയല്ലല്ലോ അല്ലേ? അല്ലല്ല, ആരിഫാണ്. മൂന്നാമതാണ്. പക്ഷേ വ്യത്യാസം കുറവാണ്. 47,000 അതെ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. കാരണം 17.24 നിന്ന് 28.3 11% വർധന. ഒരു ഘട്ടത്തിൽ 2ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തി. KC വേണുഗോപാൽ ഹരിപ്പാട്, അതായത് കായംകുളത്തെ അതെ, അവിടെയൊക്കെ ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് വരുന്നു. അതായത് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളം എന്ന് പറയുന്നത് BJPയെ പുറന്തള്ളുന്ന, അല്ലെങ്കിൽ താമര ഒരിക്കലും വിരിയാത്ത കുളമായി, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ ചെളിയില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ്, ബിഫിറ്റിംഗ് റിപ്ലൈ ആണ് പ്രിയപ്പെട്ട സുരേഷ് ഗോപി നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് ഇനിയുള്ള ഊർജ്ജമായി മാറട്ടെ എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.